അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഖാലിഖുൽ അനാം വറാസിഖുൽ അവാം വഖാസിമുൽ അഖ്സാം. അസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ ഇമാം വഅലാ ആലിഹിൽ ബററത്തിൽ കിറാം വഅഫ്ദലി തഹിയ്യത്തി വസ്സലാം. എല്ലാവരുടെ വലിയൊരു ആഗ്രഹം ബർക്കത്തുള്ള ഒരു വീടിൻ്റെ പണിയൊക്കെ തുടങ്ങിയവർക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് പൂർത്തിയാകണം. ഇതിന് പറ്റിയ ഒരു 4 ദിക്റുകൾ നമുക്കൊക്കെ ചൊല്ലാൻ പറ്റുന്ന വളരെ ചെറിയ ഇസ്മുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഈ 4 ഇസ്മുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് പെട്ടെന്നൊരു മനോഹരമായ ഭവനം അള്ളാഹു പൂർത്തീകരിച്ചു തരും. ഇത് ചൊല്ലേണ്ട സമയം സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമാണ്. ചെറിയതാണ്, നമുക്കൊക്കെ എഴുതിയെടുത്ത് പറയാവുന്നതാണ്. ഒരുപാട് ആളുകളുടെ അനുഭവമാണിത്. ഈ ഇസ്മ അത്ഭുതമാണ്. പണ്ഡിതന്മാർ ഈ ഇസ്മിനെ കുറിച്ച് പറയുന്നത്, ഒരാൾക്ക് വീടിൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പെട്ടെന്നത് പൂ അണിഞ്ഞു കൊടുക്കും, പെട്ടെന്നത് പൂർത്തിയായി കിട്ടുമെന്നുള്ളതാണ്. വീടിൻ്റെ പണി എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ പോലും പെട്ടെന്നത് പൂർത്തിയാവാത്തൊരവസ്ഥയിലെത്തുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന പല തടസ്സങ്ങൾ. അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം മാറി വളരെ മനോഹരമായ രീതിയിൽ നമുക്കത് പൂർത്തിയായി കിട്ടാൻ വേണ്ടി പറ്റിയ ഒരു 4 ഇസ്മുകളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നാം പരിചയപ്പെടുന്നത്. അതിൽ ഒന്ന് യാ ജാമിഉ യാ അല്ലാഹ് എന്നതാണ്. യാ ജാമിഉ യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കൂട്ടുന്നവനെ. അള്ളാഹു വീടിൻ്റെ പണി പെട്ടെന്ന് ഒരുമിച്ച് കൂട്ടാൻ, പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ യാ ജാമിഉ യാ അല്ലാഹ് 114, അതായത് വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളാണുള്ളത്. ആ സൂറത്തുകളുടെ എണ്ണം അനുസരിച്ച് 114 പ്രാവശ്യം യാ ജാമിഉ യാ അല്ലാഹ് എന്ന് പറയണം. രണ്ടാമത്തൊരു ഇസ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ മഹത്വമേറിയ ഇസ്മാണ്. വിശുദ്ധ ഖുർആനിലൊരു സൂറത്തുണ്ട്, എല്ലാ കാര്യത്തിനും നമുക്ക് ഓതുന്ന ഫത്താഹ് സൂറത്ത്, സൂറത്തുൽ ഫത്തഹ്. യാ ഫത്താഹു യാ അല്ലാഹ് 71 തവണ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം നാം ഇത് ചൊല്ലണം. അള്ളാഹു ഇത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കിയിട്ട് അള്ളാഹു തരും. വീടിൻ്റെ പണിയൊക്കെ അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ച് തരും. യാ ഫത്താഹു യാ അല്ലാഹ്. മൂന്നാമത്തൊരു ദിക്ർ യാ മാലിക്കൽ മുൽക്ക്. ഇതിൻ്റെ അതത് 212 പ്രാവശ്യമാണ്. യാ മാലിക്കൽ മുൽക്ക് എന്ന് 212 പ്രാവശ്യം പറയാം. പിന്നെ ബാദൽ ജുമാക്ക് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ജുമാ നിസ്കാരമെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം യാ ലോറു യാ അല്ലാഹ് എന്ന് 100 തവണ ചൊല്ലാം. എന്നിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാം. തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരും. വീടിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വളരെ ഉപകരിക്കുന്ന ഒരു മഹത്തായ ഇസ്മുകളാണിത്. നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ, അത്ഭുതകരമായ നേട്ടങ്ങളുണ്ടാകും. പിന്നെ വീണ്ടും നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ വന്ന് പറയും. നാം അറിയാത്ത രീതിയിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് പണം പെട്ടെന്ന് നമുക്ക് സ്വരൂപിക്കാൻ വലിയ പ്രയാസമാകും, തീർച്ചയാണ്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കുദ്റത്ത് പോലെ നടന്നു കിട്ടണം. നമുക്ക് വീടിൻ്റെ പണി തുടങ്ങി വർഷങ്ങളോളം നീട്ടി നിൽക്കാൻ പറ്റൂല. ഇപ്പം ഞാനൊരു വീടിൻ്റെ പണി തുടങ്ങിയിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ 1 വർഷം ആയി ഞാൻ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുടിയൊക്കെ ആയി വീട്. വലിയ സന്തോഷമാണ്. അള്ളാഹു ആ എല്ലാവരുടെ വീട്ടിൽ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. തീർച്ചയായും അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവർക്കെല്ലാം സാധിക്കും. ഒരുപാട് സമ്പത്ത് സ്വരൂപിച്ചിട്ടൊരു വീടിൻ്റെ പണി തുടങ്ങിയത് പൂർത്തീകരിക്കാനൊന്നും സാധിക്കില്ല.
പലരും വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി പകുതിയിലായി വല്ലാത്ത സങ്കടത്തിൽ. ഇപ്പോൾ ചില ആളുകൾ വിദേശത്തൊക്കെ പോകുന്നു വീടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി, എന്നിട്ട് പോലും ഒരു വീട് പൂർത്തിയാക്കാൻ പറ്റാത്ത സങ്കടപ്പെടുന്ന എത്രയോ ചെറുപ്പക്കാർ സഹോദരിമാർ നമുക്കിടയിൽ അറിയാം. എന്നാൽ അൽഹംദുലില്ലാ ചെറിയ രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ആരുടെയും ഒരു പിന്തുണയില്ലാതെ രീതിയിൽ തന്നെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്ന അത്ഭുതകരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനാണ്. കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക, അള്ളാഹു അത് പൂർത്തീകരിച്ച് തരും. വീടിൻ്റെ പണി തുടങ്ങി സാമ്പത്തികമായ പ്രയാസം കൊണ്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്തവരൊക്കെ ഉണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അള്ളാഹു പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിലോ അയൽവാസികളിലോ ആരെങ്കിലും ഇത്ര വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിലേക്കൊരു വീട് എത്തിച്ചു കൊടുക്ക്. തീർച്ചയായും അവരുടെ ആ സ്വപ്നം അള്ളാഹു പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. വീട് എന്നുള്ളത് എല്ലാവർക്കും അത് അത്യാവശ്യമാണ്. അതെന്നും മനസ്സിനൊരു സമാധാനമാണ്. വീടിൻ്റെ പണി ഒന്ന് പൂർത്തിയായാൽ അത് മനസ്സിനെന്നും റാഹത്താണ്. വീടിൻ്റെ പണി തുടങ്ങി ഒരുപാട് കടങ്ങളുള്ളവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇത് ഉപകരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സന്തോഷത്തിനും റാഹത്തിനുമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.